എല്ലാ പ്രേക്ഷകർക്കും ബി ഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ടറോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, പക്ഷേ റെസനേറ്റ് ആവുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. പക്ഷേ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്കത് ബാധകമായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള ഫയലാണ് നമ്മൾ നോക്കുന്നത്. ഇനിയും അവരെ കാത്തിരിക്കണോ, അതിൽ കാര്യമുണ്ടോ എന്നുള്ളതാണ് നാം നോക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ കാർഡ് പറയുന്നത് യാത്ര ഇനിയും ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അതായത് കാത്തിരിക്കണം, ഒരു കണ്ടിന്യൂറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു രഥം ആണ് കാണുന്നത്. അതായത് ഇനിയും ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക തന്നെ വേണം. കാത്തിരിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം. കാരണം ആ വ്യക്തി നിങ്ങളിലേക്ക് എത്താൻ കാരണമുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിക്കാനുള്ള സാധ്യത ജീവിതത്തിൽ ഇനിയും ഉണ്ട് എന്നുള്ളതാണ്. അത് കൂടുതൽ പ്രാവർത്തികമാകും, കൂടുതൽ യാഥാർത്ഥ്യമാകും. നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരുമിച്ചുള്ള ഒരു ജീവിതം പറഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടാകുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളും ആ വ്യക്തിയും ഒരുമിച്ച് ആയേക്കാവുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. നിങ്ങൾക്കും ആ വ്യക്തിക്കും വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരവസ്ഥ സംജാതമാകാനിരിക്കുകയാണ്. നിങ്ങളും ആ വ്യക്തിയും ഒരുമിച്ച് ആയേക്കാവുന്ന ഒരു കാര്യത്തിലേക്ക് ജീവിതം മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇനി ഒരുമിക്കാതിരിക്കാൻ സാധിക്കില്ല. ഒരുമിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയില്ല എന്നുള്ള രീതിയിലേക്കാണ് ജീവിതം മൊത്തം പോകുന്നത്. ആ വ്യക്തിക്കും നിങ്ങൾക്കും ഒരുമിച്ചൊരു ജീവിതമുണ്ട്, ഒരു ജീവിതം ഇല്ലായ്കയില്ല. അതായത് നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരുമിക്കേണ്ടതായിട്ടുള്ള കുറേ തലങ്ങളും കുറേ കാര്യങ്ങളും ഇനിയും ഉണ്ട്. അത് ഒഴിവാക്കാനായിട്ടൊരിക്കലും നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം നിങ്ങൾക്ക് ഒരുമിച്ചുള്ള ഒരു ജീവിതഗതി നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ രണ്ടായിട്ട് പിരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിക്കാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്. തീർച്ചയായിട്ടും ഒരുമിച്ച് ജീവിതത്തിൽ ഒരു ജീവിതം, ആ ജീവിതം പ്രാവർത്തികമാകാൻ പോകുന്നു. ആ ജീവിതത്തിൽ സാധ്യതകളുണ്ടാകാൻ പോകുന്നു. ആ ജീവിതം നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള ചില അവസരങ്ങൾ നേടിത്തരുന്നു. നിങ്ങൾക്ക് ആ ജീവിതത്തിലൂടെ സന്തോഷം ഉണ്ടാകുന്നു. നിങ്ങളും ഒരുപക്ഷെ അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും അത് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും ഒരുമിക്കാനുള്ള ചില സാഹചര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ചില സാഹചര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന അവസ്ഥ സംജാതമാണ്. നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരുമിച്ച് പോകേണ്ടിയിരിക്കുന്നു, അതിൽ കാര്യമുണ്ട്. മാത്രമല്ല ഒരുപാട് സഹായ ഹസ്തങ്ങൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് പോകുമ്പോൾ നിങ്ങളിലേക്കെത്തും. തീർച്ചയായിട്ടും ഒരുപാട് അവസരങ്ങൾ നിങ്ങളിലേക്കെത്തും. ഒരുമിച്ച് പോകുമ്പോൾ മാത്രമേ അംഗീകരിക്കപ്പെടുകയുള്ളൂ. ആ വ്യക്തി നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങളെ സ്വാഗതമുരുളാനായിട്ട് ആ വ്യക്തി തീർച്ചയായിട്ടും ഉണ്ടാകും. അക്കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്ന് പോയിട്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിലൊരു മുന്നേറ്റമില്ലാത്ത അവസ്ഥ വരുന്നില്ല. കാരണം ആ വ്യക്തിക്ക് ഒരുപാട് മാനസികമായ ദുഃഖങ്ങൾ ഈ സാഹചര്യത്തിലുണ്ട്. ആ മാനസികമായ ദുഃഖങ്ങൾ നിമിത്തം ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടല്ലാതെ ഒരുമിച്ച് പോകാൻ കഴിയുന്നില്ല. മറ്റൊരിടത്ത് ചെന്നിട്ടും മറ്റൊരിടത്തേക്ക് എത്തപ്പെട്ടിട്ടും ആ വ്യക്തിക്ക് അതിൽ നിന്നൊരു സമാധാനം കിട്ടുന്നില്ല. സമാധാനമില്ലാത്തൊരവസ്ഥ സംജാതമായിരിക്കുകയാണ്. ഒരിടത്തേക്കും പോകാൻ കഴിയുന്നില്ല, ഒരിടത്തേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. അത്തരത്തിൽ സമാധാനമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടതിനാൽ ആ വ്യക്തി ഒരു വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. മനസ്സിൽ ആ വ്യക്തിക്ക് സമാധാനം കിട്ടുന്നത് നിങ്ങളിലേക്ക് അടുക്കുമ്പോൾ മാത്രമാണ്. നിങ്ങളിലേക്ക് അടുക്കുമ്പോഴല്ലാതെ ആ വ്യക്തിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. മാത്രമല്ല ആ വ്യക്തിക്കറിയാം, ആ വ്യക്തിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചതും കഠിനാധ്വാനം ചെയ്തതും ജീവിതത്തിൽ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചതും നിങ്ങൾ മാത്രമാണ്. നിങ്ങളല്ലാതെ ഒരാളും ആ വ്യക്തിയെ സ്നേഹിക്കാനുണ്ടായിരുന്നില്ല, ആ വ്യക്തിയെ മനസ്സിലാക്കാനുണ്ടായിരുന്നില്ല, ആ വ്യക്തിയുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അറിഞ്ഞ് പെരുമാറാനുണ്ടായില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് മാറി ഒരു ചിന്തയും ആ വ്യക്തിക്ക് വരുന്നില്ല. നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകളും അനുഭവിച്ച ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ പകൽ പോലെ ആ വ്യക്തിക്ക് വ്യക്തമാണ്. ആ വ്യക്തിക്ക് അതൊന്നും മറന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നില്ല.
അതിന് കഴിയുകയുമില്ല. ആ വ്യക്തി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്, നിങ്ങളോട് ഒരുമിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ ആ കാലത്ത് നൽകിയ, ഒരുമിച്ച് ഉണ്ടായിരുന്ന സമയത്ത് നൽകിയ സ്നേഹം, ആത്മാർത്ഥത, അതൊക്കെ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. നഷ്ടപ്പെട്ടു ഏതോ കാരണങ്ങൾ, ആ വ്യക്തിയുടെ കാരണങ്ങളാകാം, നിങ്ങളുടെ കാര്യങ്ങളാകാം. ഇനിയും ആ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കണം. അല്ലെങ്കിൽ ഒരു പക്ഷേ ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരുന്നിട്ട് ഇതുവരെ ആ വ്യക്തി ഒരു പോസിറ്റീവായ അപ്രോച്ച്, പോസിറ്റീവായിട്ടുള്ളൊരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിരന്തരമായ അവഗണനയും പോസിറ്റീവായിട്ടുള്ള പ്രതികരണവും ഇല്ലാത്തത് മൂലം നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് ഇനിയും ആ വ്യക്തിയെ കാത്തിരിക്കണോ, ആ വ്യക്തിയെ തേടി നിൽക്കണോ എന്നുള്ളൊരു ചിന്ത നിങ്ങളിലുണ്ടാവും. ഇനി ആ വ്യക്തിനെ വേണമെന്നൊക്കെ, ഞാൻ ഇനി എന്തിനാണ് നാണം കെട്ട് നിൽക്കുന്നത്, ഇനിയും അങ്ങനെ നാണം കെട്ട് നിന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാകാം. ഈ സാഹചര്യത്തിലാണ് ആ വ്യക്തിക്ക് മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിന്ത വരുന്നത്. കാരണം ആ വ്യക്തി കാത്ത് നിങ്ങൾ നിൽക്കണം. കാരണം നിങ്ങൾ തമ്മിലുള്ള പ്രണയം ഇനി സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യമാണ്. മറ്റുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഈ പ്രപഞ്ചശക്തി നിങ്ങൾ തമ്മിലുള്ളൊരു പ്രണയം സംഭവിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അതിലങ്ങനെ ഒരു വിധി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിച്ചിരിക്കും. അതിനി സംഭവിക്കാനിരിക്കുന്ന ഒരു വസ്തുതയാണ്. ഇനി സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യം അതാണ്. പ്രപഞ്ചശക്തി നിങ്ങളെ പ്രണയിക്കാൻ, നിങ്ങളുടെ പ്രണയം തുടങ്ങിയിട്ടില്ല. നിങ്ങളിപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ട് ഒരുപക്ഷെ ആകർഷിക്കപ്പെട്ട് ആ വ്യക്തി നെഗറ്റീവായിട്ട് പ്രതികരിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് പ്രതികരിച്ച് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നുള്ള സമീപനങ്ങൾ കണ്ടപ്പോൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടായേക്കാം. പക്ഷെ ഇനി സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ഒരു കൃത്യമായ ബന്ധം, കൃത്യമായ സ്നേഹം, അത് പുറത്തു വരാൻ പോവുകയാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്നത് നിങ്ങളെക്കുറിച്ചുള്ള പ്രേരണകളാണ്. നിങ്ങളിൽ നിന്നും ഇനി മാറി നിൽക്കാനോ നിങ്ങളെ അവഗണിക്കാനോ അങ്ങനെ ബന്ധം നിങ്ങളിൽ നിന്ന് ഉപേക്ഷിച്ച് പോകാനോ ഒന്നും ആ വ്യക്തിക്ക് സാധിക്കില്ല. ആ വ്യക്തിക്ക് ഇനി ചോയ്സ് ഇല്ല. പ്രപഞ്ചശക്തി ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത കൊടുക്കുന്നു. ആ ചിന്തയുടെ കാര്യത്താൽ നിങ്ങളും ആ വ്യക്തിയും കൃത്യമായി യോജിച്ച് പോകുന്നു, കൃത്യമായി അടുത്തു പോകുന്നു. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ കൃത്യമായി യോജിച്ച് അടുത്തു പോകുന്ന ദിനങ്ങളാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ളത്. ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ആലോചിച്ച് ആശങ്കപ്പെടേണ്ട. പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തി കടന്നു വരുന്നത് വലിയൊരു പ്രകാശം കൊണ്ടാണ്. നിങ്ങൾ വർഷങ്ങളായി ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ. അത് സാധ്യമാകുന്ന, അത് യാഥാർത്ഥ്യമാകുന്ന കാര്യങ്ങളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് തലം നിങ്ങൾക്കറിയാൻ കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.